ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായ 6 ക്ഷേത്രങ്ങളിലെ അരവണ പ്രസാദത്തിന്റെ വില കൂട്ടാൻ നീക്കം. അരവണയുടെ വിലയിൽ 20 രൂപയുടെ വർധനവ് കൊണ്ടുവരാനാണ് ദേവസ്വം ബോർഡ് ശ്രമം. ഹൈക്കോടതിയുടെ അനുമതി തേടാൻ ലോ ഓഫീസറെയും ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനുണ്ട്. പ്രജിത്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായ 6 പ്രധാന ക്ഷേത്രങ്ങൾ നിലയ്ക്കൽ, പന്തളം, ഇരുമേലി, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ക്ഷേത്രങ്ങളിലെ ഇവിടുത്തെ അരവണ പ്രസാദത്തിന്റെ വിലയിൽ 20 രൂപയുടെ വർധനവ് കൊണ്ടുവരാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആലോചന അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നടപ്പിലാവുകയാണെങ്കിൽ നിലവിലത്തെ 65 രൂപയിൽ നിന്ന് 85 രൂപയായി അരവണ പ്രസാദത്തിന്റെ വില ഉയരും. പക്ഷേ ഈ തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തെങ്കിലും ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന് സാധിക്കില്ല. ഹൈക്കോടതിയുടെ അടക്കം അനുമതി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അനുമതി തേടുന്നതിനായി ദേവസ്വത്തിന്റെ ലോ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗം എന്തായാലും ഈ ക്ഷേത്രങ്ങൾക്കപ്പുറത്തേക്ക് ശബരിമലയിലടക്കമുള്ള സന്നിധാനത്തൊക്കെ ലഭിക്കുന്ന അരവണയുടെ വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. പക്ഷേ 6 ക്ഷേത്രങ്ങളിലെ ഈ രീതിയിൽ അരവണയുടെ വില കൂട്ടുന്നതോടുകൂടി അധിക വരുമാനം തന്നെയാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. നേരത്തെ തീർത്ഥാടനത്തിന് മുൻപ് തന്നെ നിലയ്ക്കലിലെ പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഫാസ്ടാഗ് ഇല്ലാത്തവരുടെ കയ്യിൽ നിന്നും 25% അധികമായി തുക ഈടാക്കാനുള്ള ഒരു തീരുമാനം വന്നിരുന്നു. അതിനും വലിയ പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രങ്ങളിലെ ഈ തീർത്ഥാടനത്തിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ അരവണ പ്രസാദത്തിന്റെ വില കൂട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നത്. ഇതിൽ കോടതി അനുമതി നൽകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ നിലയ്ക്കൽ ക്ഷേത്രത്തിലെ അരവണ പ്ലാന്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഇതും കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ചയായെങ്കിലും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് നിലവിൽ ചുമതല നൽകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലാക്കുന്നതിനെയായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവർ അനുകൂലിച്ചത്. കാരണം അരവണ പ്രസാദത്തിന്റെ ലഭ്യതക്കുറവുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ്. അപ്പോൾ അതിൽ തീരുമാനമെടുക്കാതെയാണ് ദേവസ്വം ബോർഡ് പിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പറയുന്ന 6 ക്ഷേത്രങ്ങൾ, അതും 6 ക്ഷേത്രങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളായൊക്കെ പ്രവർത്തിക്കുന്ന ശബരിമലയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പുണ്യ സങ്കേതങ്ങളാണ്. അവിടുത്തെ പ്രസാദത്തിന്റെ വിലയിൽ വർധനവ് കൊണ്ടുവരാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു നീക്കം നടത്തുന്നത്.